അപ്പം ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഒരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ വിചാരിച്ചു ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്താണ് മൊത്തത്തിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചെറിയ ചെറിയ ഷോർട്ട്സ് ആയിട്ടില്ല കാണിക്കുന്നത്. ഫുൾ എന്താണ് ഒരു ലൈഫ്, ഒരു സൺഡേ ലൈഫ് എന്താണെന്ന് കാണിക്കാൻ വിചാരിച്ചു. സൺഡേ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ എന്നത് കുക്കിംഗ്, രാവിലെ കുറച്ച് ഓട്സ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ഓട്സും പാലുമാണ് ഇട്ട് കുക്ക് ചെയ്യുന്നത്. പാലില്ലാത്തതുകൊണ്ട് ശകലം പാൽപ്പൊടി ഇട്ട് കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സും പിന്നെ കുറച്ച് പോമഗ്രാനൈറ്റ് ഇരിപ്പുണ്ട്, മാതളം, അതുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചുള്ള പ്ലാനിങ്ങിൽ കുക്ക് ചെയ്ത് തുടങ്ങിയാണ്. ആക്ച്വലി ഞാൻ മുംബൈയിൽ വന്നിട്ട് 1 കൊല്ലമായി. ആക്ച്വലി മുംബൈയിൽ വന്നത് എന്താണ് മുംബൈ എന്ന് പറയുമ്പോൾ ട്രിപ്പ്, പബ്ബ്, നല്ല കിടലും പിള്ളേരെ കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചൊക്കെയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഒന്നും നടക്കില്ല. ഈ കുക്കിങ്ങും ഫുഡിങ്ങും ജോലിയും മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇവിടെ വന്നിട്ട് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു നന്നായിട്ട്, ഹിന്ദി പഠിച്ചു നന്നായിട്ട്, പിന്നെ കുക്കിങ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അല്ലാതെ കറക്കോ പബ്ബൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഒരു വട്ടം ബസ്സിലാണ് പോയപ്പോൾ പബ്ബിങ്ങനെ ദൂരെ കണ്ടേ ഉള്ളൂ. അതുവരെ 1 കൊല്ലമായിട്ട് ഇതുവരെ പബ്ബിൽ പോലും പോയിട്ടില്ല. വന്ന സമയത്ത് കുറച്ച് കറങ്ങാനൊക്കെ പോയിരുന്നു, എല്ലാ സാറ്റർഡേ സൺഡേ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു. പിന്നെ മടി, എങ്ങും പോക്കില്ല, ഫുൾ റൂം ചെയ്തിട്ട് തന്നെ സാറ്റർഡേ സൺഡേ എന്തെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യും, കഴിഞ്ഞ് കിടന്നുറങ്ങും, സിനിമ കാണും. ഇത് തന്നെയാണ് മാറ്റം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ശനിയാഴ്ച എവിടെയെങ്കിലും പോകണം എന്നൊരു പ്ലാനിങ് ഉണ്ട്. നടന്നാൽ മതി. ആക്ച്വലി ഞാൻ മുംബൈയിലല്ല, നമ്മളെത്തി ഔട്ടറിലാണ്, കർഗർ എന്ന് പറയും. അത് മുംബൈയിൽ നിന്ന് 35 കിലോമീറ്റർ മാറിയാണ്. അതാണ് ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. മുംബൈയിലാണെങ്കിൽ കുറച്ചുകൂടെ ഇതായിരുന്നു. ഇത് ഔട്ടർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ട്രെയിൻ കയറി 1 മണിക്കൂർ 1.25 മണിക്കൂർ എടുക്കും, 1.5 മണിക്കൂർ എടുക്കും അങ്ങെത്താൻ മുംബൈയിൽ. അതിനെ പോകാനും മടി, ദൂരെ പോകാനും മടി, അതുകൊണ്ട് ഞാൻ മടിച്ചു പിടിച്ചിരിക്കും. പക്ഷേ ഐ വിൽ ഗോ. ഒന്ന് പ്ലാൻ ചെയ്യണം, ലൈഫ് ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി. 1 കൊല്ലം ഇവിടെ വന്ന പ്ലാനിങ് ഒന്നും നടന്നില്ല. കറക്കാലോ പഠിത്തമായാലോ ഒന്നും നടന്നില്ല. ജസ്റ്റ് വർക്ക്. കാരണം കുക്കിംഗ് ഇവിടെ കാര്യമാണ്, പണി കുക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പോൾ വ്ളോഗും തുടങ്ങി. അപ്പോൾ പിന്നെ വ്ളോഗിന് വേണ്ടെങ്കിൽ കുറച്ച് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. കുറച്ച് ട്രാവൽ ചെയ്ത് തുടങ്ങി ഞാൻ. അപ്പോൾ അതങ്ങനെ ഓട്സ് ഉണ്ടാക്കി വെച്ചു. അതിന് പോമഗ്രാനൈറ്റ് മാതളം ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുന്നു. മാതളം ക്ലീൻ ചെയ്തതൊക്കെ അറിയാലോ, ഒത്തിരി മെനക്കെട്ട പരിപാടിയാണ് മാതളം. പക്ഷേ മാതളം ക്ലീൻ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഓഗസ്റ്റായി. ഇപ്പോൾ ഓഗസ്റ്റിൽ നാട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഓണമില്ലേ, പോകണത്തിന് കുറച്ച് നാട്ടിലൊക്കെ പോയി നിൽക്കണം. അങ്ങനെ ഓട്സ് കുക്ക് ചെയ്ത് തണുപ്പിക്കാൻ വെച്ചേക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുന്നു. രാവിലെ കുറച്ച് കടലയിരുന്നു, അങ്ങനെ കടല കുറച്ച് പിറക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ല ഓട്സ് തണുക്കുന്ന ഒരു വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് വൈകി നല്ല വിശപ്പുണ്ടായിരുന്നു. ഓട്സ് തണുക്കുന്ന സമയം എന്താ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. റൂമൊക്കെ ഒരു 1.5 വീക്കായി ക്ലീൻ ചെയ്തിട്ട്. കാരണം എൻ്റെ ഫ്രണ്ട് പോയിട്ട് 2 ആഴ്ചയായി. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതുവരെ ക്ലീൻ ചെയ്തില്ല. നല്ല പൊടിയുണ്ട് റൂമിലാണെങ്കിൽ. ആക്ച്വലി തുറപ്പ് കണ്ട, ആക്ച്വലി പുതിയ തുറപ്പാണ്. ആക്ച്വലി 2 മാസങ്ങൾ വാങ്ങിച്ചിട്ട്. പക്ഷേ ഇടയ്ക്ക് ഒരു ഈച്ചേനെ അടിക്കാൻ വേണ്ടി അടിച്ച് തുറപ്പം ഒടിഞ്ഞു പോയി. പിന്നെ തൽക്കാലം കയറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, അറിയാമല്ലോ നമ്മൾ ബാച്ചിലേഴ്സ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കയറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ വെച്ച് തൂക്കുന്നു. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ താന്ന് കിടന്ന് തൂക്കണം. പുതിയൊരു തുറപ്പ് ആക്ച്വലി വാങ്ങണ സമയമായി. താന്ന് കിടന്ന് തൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത്. ഞാൻ പിടിച്ചിട്ട് കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് നിൽക്കുന്നില്ല. ആക്ച്വലി ഒടിഞ്ഞു പോയി. വാങ്ങാം. ആ ചോളവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കാരണം ബുധനാഴ്ച മാർക്കറ്റിൽ പോയി വാങ്ങിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് കുക്ക് ചെയ്ത് റെഡിയാക്കണം. ഇത്രയും അഴുക്കുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഞാൻ ഹോളും കിച്ചനും മാത്രം തൂത്തത് 1.5 ആഴ്ച. എന്ത് അഴുക്കൊന്നും കേട്ടോ, ഇത്രയും അഴുക്കുണ്ടായിരുന്നു. ഇത്രയും അഴുക്കൂടെയാണ് ചവിട്ടി കിടന്നത്. ഇന്ന് തൂക്കണം തോന്നി അങ്ങ് തൂത്തും. അങ്ങനെ തൂക്കും പരിപാടികളൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ എന്താണ് മുമ്പിലൊന്നും ഒരുപാട് വെറൈറ്റി ഫുഡ് കഴിക്കാൻ പറ്റി. നമ്മളെ വടാപ്പാവ്, പാവ് ബജ്ജി, വേൾഡ് ഫേമസ് വടാപ്പാവ്, പാവ് ബജ്ജി കഴിക്കാൻ പറ്റി. പക്ഷേ എനിക്കൊരു 1-2 വട്ടം കഴിച്ചു ആദ്യമായി പറ്റി. പിന്നെ എന്താണ് അത്ര എക്സൈറ്റ്മെൻറ്റ് എന്നറിയില്ല. അതിൻ്റെ അകത്ത് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഫുഡ് അതും ഇതെന്നൊക്കെ പറയാം. എനിക്ക് വലിയ രസമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കേരള ഫുഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ എനിക്ക് ചെന്ന ഭട്ടൂരി ഇഷ്ടപ്പെട്ടു. അതായത് നമ്മളെ കടലക്കറിയും പൂരിയും അത് തന്നെയാണ് കേരള ഫുഡ്. പക്ഷേ ഇവിടെ ഞാൻ നിൽക്കുന്നതിനടുത്ത് കേരള ഫുഡ് ഷോപ്സ് കുറവാണ്. മുമ്പ് ഇപ്പോൾ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. ഇവിടെ അടുത്തില്ല. ഞാൻ നിൽക്കുന്ന കർഗറിലാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ പോകണമെങ്കിൽ പൻവേൽ പോകണം. പൻവേൽ പോയാൽ കുറച്ച് കേരള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തൂപ്പും പരിപാടി കഴിഞ്ഞു. ഞാൻ ഓട്സ് കുടിക്കാനായിട്ട് കുറച്ച് ഓട്സും എടുത്ത് അതിൽ ശകലം മാതളം ഇട്ട് കഴിക്കാൻ. കാരണം മാതളം ഇടുമ്പോൾ ഒരു ക്രഞ്ചിനെസ്സാണ്, എന്തെങ്കിലും ചവയ്ക്കാൻ കൊണ്ടില്ല. ഓട്സ് കുടിക്കാൻ രസമില്ല. കുറച്ച് മാതളം ഇടുമ്പോൾ എന്തെങ്കിലും ചവച്ച് ഒരു ഇതായിട്ട് കഴിക്കാമല്ലോ. ഞാൻ കുറച്ച് മാതളം ഇടാൻ വിചാരിച്ചത്. ആക്ച്വലി ശരിക്കും വീടും ഫുഡും ഒക്കെ മിക്സ് ചെയ്യാൻ നമ്മൾ മാറി നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം നമ്മളെ വീടിനെയും നമ്മളെ ഫുഡിനെയും നമ്മളെ വീട്ടുകാരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു നല്ല ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ ഇപ്പം എക്സാമ്പിൾ എവയൊക്കെ പോയപ്പോൾ ആദ്യം 2 ദിവസം എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. എന്താണ് ഡിപ്രഷൻ മോഡൊക്കെ. കാരണം ഇത്രയും നാൾ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ നിൽക്കാൻ, പുറത്തിറങ്ങാനില്ല. ഫ്ലാറ്റിൽ ഒരു റൂമ്, ഒരു ഹോള്, ഒരു കിച്ചൺ, ഇത് തന്നെയാണ്. ഒരു ഫ്ലാറ്റിൽ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് നമ്മുടെ നാട്ടിലൊക്കെ അറിയാമല്ലോ. നമ്മൾ വലിയ പറമ്പും വീടും, നമ്മളെ വീട്ടിൽ തന്നെ 3-4 റൂമുള്ള വീട്ടിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഒരു റൂമുള്ള വീട്ടിൽ ഭയങ്കര മൂഡ് ഓഫും ഡിപ്രഷൻ കണക്കായിരുന്നു. പിന്നെ എപ്പോൾ ഞാൻ വീട്ടിൽ വിളിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് അതൊക്കെ മാറി ഓവർകമ്മായി സെറ്റായി വരുന്നുണ്ട്. ബെറ്റർ. കുറച്ച് നമ്മളറിയാമല്ലോ പ്രവാസി ജീവിതം എന്ന് പറയുന്നത്. മുംബൈയിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരും പ്രവാസികളെ ആ കഷ്ടപ്പാടുകൾ ഇപ്പോഴാണ് ഫേസ് ചെയ്യുന്നത്. പണ്ടൊക്കെ അച്ഛനൊക്കെ
40-50 കൊല്ലം ഗൾഫിൽ നിന്നിട്ടുള്ള ആളാണ്. ഈ അച്ഛൻ 16 വയസ്സാവുന്ന മുമ്പ് ഫേക്കായിട്ട് കാണിച്ച് 16 വയസ്സായെന്ന് പറഞ്ഞ് കയറിപ്പോയ മനുഷ്യനാണ്. ഒരു 50-55 വയസ്സായപ്പോഴാണ് തിരിച്ചു വന്നത് നാട്ടിൽ. അത്രയും നാൾ ഗൾഫിലായിരുന്നു. ഓട്സ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് ബക്ലാവ് കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഇവിടെ ബാക്കിയിരുന്നത്. പക്ഷേ ഇത് വലിയ രസമില്ല. ഹൽദിറാമിൻ്റെ ബക്ലാവുണ്ട്, അതാണ് സെറ്റ്. ഈ ബക്ലാവ് ഒരു വിചാരിച്ച അത്ര ടേസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ വാങ്ങിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയിരുന്ന് കുറച്ച് കഴിച്ചു. ആക്ച്വലി എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നുന്നതാണ്, നമ്മളെ നാട്ടിലെ കണക്കല്ല. ഇവിടുത്തെ ആൾക്കാർ വരുന്നു, വർക്ക് ചെയ്യുന്നു, പോകുന്നു. വർക്ക് കഴിഞ്ഞാൽ പിന്നെ നോ ബന്ധം, നോ കോൺടാക്റ്റ് ഒന്നുമില്ല. ഓഫീസ് വരുമ്പോൾ നല്ല കമ്പനിയാണ്, കാര്യമാണ്, ഓക്കെയാണ്. പക്ഷേ പണി കഴിഞ്ഞാൽ അവർ വേറെ, നമ്മൾ വേറെ. നാട്ടിലങ്ങനെയല്ലോ. പണി കഴിഞ്ഞാലും നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ട് വീട്ടിൽ പോകേണ്ട പരിപാടികളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. അതൊക്കെ കഴിച്ചിട്ട് വിശപ്പ് മാറുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചാലും കോൺ ഇവിടെ ഇരുന്നത്, കോണിവിടെ അവിച്ച് കഴിക്കാം. കോൺ നല്ലതാണ് ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോൺ, നല്ല രസമാണ്. ഈ ആക്ച്വലി ബുധനാഴ്ച മാറി 4 സ്വീറ്റ് കോൺ 50 രൂപയുള്ളൂ. എന്ത് നല്ല ലാഭം. 4 കോണൊക്കെ 50 രൂപ. ഇൻഡിവിജ്വലി വാങ്ങും. ഒരു കോണിന് 25 രൂപ വാങ്ങാറുണ്ട് അവർ. 4 കോൺ 50 രൂപ. അങ്ങനെ വെച്ചാലും കോണിവിടെ അവിച്ച് കഴിക്കാന്നുള്ള സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നാട്ടിൽ ഞാൻ എന്തായാലും ഒരു 15 ദിവസം 20 ദിവസം കൂടെ തന്നെ നാട്ടിൽ പോകുമ്പോൾ 2 വീക്സ് നാട്ടിലുണ്ട്. അതിൽ ഒരാഴ്ച ഒരു 3 ദിവസം ചെന്നൈ പോകുന്നുണ്ട്. ബാക്കി ഫുള്ള് വീട്ടിൽ തന്നെ ബീഫും ചിക്കനും അത്രയും എല്ലാം വാങ്ങിച്ച് അടിച്ച് കഴിക്കണം. ആക്ച്വലി ഇവിടുത്തെ ഗ്യാസ് എന്ന് പറയുമ്പോൾ LPG അല്ല, നമ്മളെ ബയോ ഗ്യാസാണ്. ഇത് നമ്മൾ ടാങ്ക് റീഫിലിക്കല്ല. ഇത് ആക്ച്വലി ഇവിടെ ഡയറക്റ്റ്ലി വരുന്നതാണ്. കണ്ടോ, ലൂസാണ്, പക്ഷേ സെക്യൂറാണ്. ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നോബ് കൊടുത്തിട്ട് 2 നോബുണ്ട്. ഈ നോബ് മീറ്ററിലോട്ട് വരുന്നത്, ഇത് ഗ്യാസിലോട്ട് വരുന്നത്. 2 നോബ് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ടോ സെക്യൂരിറ്റിക്ക് വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ ഗ്യാസ് റീഫില്ലിങ് കുറ്റിയെന്ന് റീഫിൽ ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലി ഫുൾ ടൈം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനൊക്കെ ഇതിൻ്റെ CNGയുടെ സ്മെല്ലല്ല, ഇത് ബയോ ഗ്യാസാണ്. ഇത് ലീക്കാകുമ്പോൾ വേറൊരു ടൈപ്പ് സ്മെല്ലുമാണ് വരുന്നത്. അതിനൊക്കെ ഇതിൻ്റെ ഫ്ലെയിമബിലിറ്റിയും കുറവാണ് ആക്ച്വലി. അതായത് നമ്മൾ CNGയിലാകുമ്പം പെട്ടെന്ന്, മറ്റേ CNG അല്ല, നമ്മളെ LPG ആകുമ്പം പെട്ടെന്ന് ഫ്ലെയിം ആവും. ഇതിലാണെങ്കിൽ ഇങ്ങനെ ഫ്ലെയിമബിലിറ്റി കുറവാണ്. ഈ സ്റ്റൗ ആക്ച്വലി LPGയുടെ സ്റ്റൗ ആണ്. പക്ഷേ നമ്മൾ സ്റ്റൗ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു 300 രൂപ കൊടുത്ത് ഇതിനെ ഇളക്കി അതിൻ്റെ നോബ് ഹോള് വലുതാക്കണം. എങ്കിൽ അതായത് LPGയിലാണെങ്കിൽ കുറച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ട് കത്തും. ഇതിൽ കുറേ വന്നാലേ കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇളക്കി കൊടുത്ത് ആണ് റെഡിയാക്കി എടുത്തത്. ആക്ച്വലി വില എനിക്ക് ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന്. കാരണം നമ്മൾ കഴിഞ്ഞ മാസം ഫുൾ നോർമലി രാവിലെ ഉച്ചയ്ക്ക് മോർണിംഗ് നന്നായിട്ട് കുക്ക് ചെയ്തു. എന്നിട്ടും നമുക്ക് വന്നത് 150 രൂപ ആ റേഞ്ചാണ് വന്നത്. ഇടയ്ക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുക്കണം. അധികം വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റസ് മൊത്തം വെള്ളത്തിൽ ഇറങ്ങി പോകും. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നല്ല ഓക്കെ. അങ്ങനെ ബന്ധു കഴിഞ്ഞു, അടയ്ക്കുന്നു. ഓക്കെ, അങ്ങനെ ഇന്നിപ്പോൾ കോളിഫ്ലവർ ഫ്രൈയും ചിക്കൻ കറിയും വയ്ക്കാൻ പ്ലാനിങ്ങിലാണ്. അറിയാം എന്താകുമെന്ന്. ഞാൻ പിന്നെ സൂപ്പറായിട്ട് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് നന്നായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. വിശപ്പ് മാറാത്ത 2 മുട്ടയും കൂടെ അവിക്കായിട്ടു. കോളിഫ്ലവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്യണം, ചിക്കൻ ക്ലീൻ ചെയ്യണം. യെസ്, വെച്ച് ഡ്രൈ ഫ്രൈ ടൈപ്പ് ചെയ്യാം. ഞാൻ അത് കട്ട് ചെയ്ത് വെള്ളത്തിട്ടേക്കുന്നു. ഇത് ചിക്കൻ ശകലം പൊരിക്കാൻ വിചാരിച്ചു. ഇതായി ചിക്കൻ കറി വയ്ക്കാൻ. ഇതാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ ഫ്രൈക്കുള്ള ചിക്കൻ റെഡിയാക്കി ഇനി അടുത്ത കറിക്കുള്ള റെഡിയാക്കണം. ജസ്റ്റ് ഒരു മസാല വെച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി കറി വയ്ക്കാൻ നേരത്തെ മസാലകളെല്ലാം കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് വെള്ളത്തിയിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഫ്രൈ ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. എന്നിട്ട് ഇതാ ചിക്കൻ കൊണ്ട് സവാള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കുക്ക് ചെയ്യാനിരിക്കുന്നുണ്ട്. ചിക്കൻ കറിക്കറി. അപ്പോൾ ആ ചിക്കൻ വെന്തു. കറിവേപ്പിലായിട്ട് ഗാർണിഷ് ചെയ്ത് അടച്ചു വയ്ക്കും. ഓക്കെ ഗൈസ്, കോളിഫ്ലവർ മസാലയൊക്കെ തേച്ച് അവിച്ചെടുത്ത് വെച്ചേക്കണം. ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ അല്ല, ആക്ച്വലി തിക്ക് ഫ്രൈ ചെയ്തൊക്കെ എടുക്കും. കോളിഫ്ലവർ നമുക്ക് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പേരയ്ക്ക കട്ട് ചെയ്ത് കഴിയാന്ന് ചോദിച്ചു. തക്കാളി കൂടെ കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്ത് കോളിഫ്ലവർ റോസ്റ്റ് റെഡിയായി. എനിക്ക് ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചോറ് കുക്കറിൽ വെച്ചിരുന്നു. ടൈം ഫോർ ലഞ്ച്. ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, കോളിഫ്ലവർ റോസ്റ്റ്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. എന്താ ഉച്ചയ്ക്കത്തെ ലഞ്ച്? ചിക്കൻ ഫ്രൈ, ലെഗ് പീസ് പൊരിച്ചത്, കോളിഫ്ലവർ കറി, ഇത് പിന്നെ ലേശം തൈരൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ഡെക്കറേഷൻ. കിട്ടായപ്പോൾ എനിക്കൊരു എന്തെങ്കിലും എണ്ണപ്പരാതി തിന്നെന്തോ അങ്ങനെ ഞാൻ വിരിച്ച് ഉള്ളിവട ഉണ്ടാക്കാം. അങ്ങനെ മാവും കടലമാവും മൈദമാവും എല്ലാം ഇതാ ഉള്ളി അരിഞ്ഞ് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാത്രി ഉള്ളിവട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഗായ്സ്.